ടച്ചിലേക്ക് സ്വാഗതം. മനുഷ്യരാശി ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും ക്യാൻസർ ബാധിക്കാം. ഹൃദയം ഒഴിച്ചിട്ടുള്ള എല്ലാ അവയവങ്ങളിലും. ഹൃദയത്തിൽ വരുന്ന ക്യാൻസർ പോലെയുള്ള അസുഖത്തിൻ്റെ പേരാണ് സാർക്കോമ. ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലെയും ബാധിക്കുന്ന മനുഷ്യരാശിയെ മുഴുവൻ ഇന്ന് കാർന്നു തിന്നാൻ സാധ്യതയുള്ള ഒരു വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്ന ഒരു അസുഖമായി മാറിക്കഴിഞ്ഞു ക്യാൻസർ. പലരുടെയും ധാരണയുണ്ട് ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അതിൻ്റെ പ്രശ്നമെന്ന്. അങ്ങനെയല്ല. ഇന്ന് പണം മുടക്കാതെ ചികിത്സിപ്പിക്കാൻ സൗകര്യമുള്ള സർക്കാർക്കും ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് പേർ ഇതിൻ്റെ ശ്രോതാക്കളായിട്ടുണ്ടാവും. നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇതുപോലെയുള്ള ശരിക്കും നമുക്ക് മരണത്തിൻ്റെ വക്കിൽ നിന്നൊരാളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്നൊരു വ്യക്തിയായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ ഞങ്ങൾ പണിപ്പെട്ട അല്ലെങ്കിൽ ശ്രമം നടത്തിയതിനകത്ത് ഉണ്ടായ ചെലവുകൾ വഹിക്കുവാൻ ഒരു ഭാഗമെങ്കിലും വഹിക്കുവാൻ നിങ്ങൾ സന്മനസ്സുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അനേകം രോഗികൾക്ക് അനേകം ആൾക്കാർക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ ഉള്ള ഒരു പ്രക്രിയയിലോട്ട് ഇത് മാറ്റാൻ സാധിക്കും. ഗുഡ്നസ് ചാനലിൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ മനസ്സിന് ദൈവം തോന്നിക്കുന്ന ആൾക്കാരെങ്കിലും ഇതിന് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് നിങ്ങൾ ഉദാരമായിട്ട് നിങ്ങൾ സംഭാവന ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അർഹതയുള്ളവർക്ക് മാത്രം അത് എത്താൻ വേണ്ടി അതിനുള്ള ചാനലുകൾ മാത്രം തുറന്നു കൊടുക്കുന്ന സുതാര്യതയുള്ള ഒരു മൂവ്മെൻ്റാണ് ഞങ്ങൾ നടത്തുന്നത്. അതിലേക്ക് നിങ്ങൾ സഹായിച്ചാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നതായിരിക്കും. പൈസ കഷ്ടപ്പാടാണെങ്കിലും അസുഖം മാറ്റിയിലേക്ക് കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ബുദ്ധിമുട്ടണമെങ്കിലും ഇപ്പോൾ വരെ ആരുടെയൊക്കെ സഹായം കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അതുപോലെ പലരും ഇതിനിടയിലെല്ലാം സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. 5000, 2000, 1000 അങ്ങനെയൊക്കെ അതൊക്കെ തന്നാണ്. ഇപ്പോൾ ഈ സർജറിക്ക് ഞാൻ അകലെ വന്നതാണ്. എൻ്റെ പേര് സുജാത. ഞാൻ മുരുകേശൻ്റെ വൈഫാണ്. ഞങ്ങൾ ഒരുപാട് 2012 മുതൽ തുടങ്ങിയ ചികിത്സയാണിത്. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തും മുമ്പ് ഞങ്ങൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഒരു പെരപണി തുടങ്ങി അത് മുഴുവനാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുമ്പോഴാണ് ഈ ഒരു രോഗം വന്നതും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു.